എന്താണ് അതിന്റെ മീനിങ്? എന്താ? വരവീണ മൃദുപാണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കർണാട്ടിക് കുട്ടികളെ മുതൽ കർണാട്ടിക് പഠിച്ചു തുടങ്ങുമ്പം ആദ്യം പഠിക്കുന്ന ഗീതങ്ങളിൽ ഒന്നാണ്. അപ്പം ഞാൻ 3-4 വയസ്സിൽ പഠിച്ചൊരു ഗീതമാണ്. അപ്പം ത്രൂ ഔട്ട് മൈ ലൈഫ് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയും ഭയങ്കര കണക്ഷനും ഉള്ളൊരു പീസ് ആയതുകൊണ്ട് തന്നെ ആ പാടുന്ന രീതിയിൽ തന്നെയാണ് ടാറ്റു ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? ഓ ആവല്ലോ. നമ്മുടെ ഒരു ന്യൂ ഏജ് ഭക്തി എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഇപ്പം സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ ആഴ്ച മുതൽ നമ്മൾ റിലീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഫസ്റ്റ് ട്രാക്കും വരവീണ അച്ഛൻ നമ്മൾ തുടങ്ങുന്നത്. വരവീണ മൃദുപാണി വനരുഹലോചനുരാണി സുരുചിരവംഭരവേണി സുരനുത കല്യാണി. ചെറുപ്പത്തിൽ തന്നെ അതൊരുപാട് മനസ്സിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടാറ്റു ആയിട്ട് ചെയ്യാവുന്ന. എനിക്ക് തോന്നുന്നു ഒരു പ്രായം വരെ ഇറ്റ്സ് ജസ്റ്റ് എ ഗീതം. നമ്മൾ പഠിച്ചിരുന്ന ഒരു ഗീതം കേൾക്കാൻ നല്ല സുഖമുള്ളൊരു സാധനം. റീസെൻ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ടഫ് ടൈംസിൽ നമ്മളെ തിരിച്ച് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനോ അങ്ങനെ എന്തോ രീതിയിലൊക്കെ ഓരോ ചില പാട്ടുകൾ കേൾക്കുമ്പോഴേക്കും തിരിച്ച് നമ്മൾ വരാമെന്ന് പറയില്ലേ, ഭയങ്കര മോശം അവസ്ഥയിൽ പാട്ടായിട്ട് തിരിച്ചു വരില്ലേ, അതുപോലത്തെ ഒരു പവർ ചില പണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ടാക്കിയ 100 കണക്കിന് വർഷം മുന്നേ ഉണ്ടാക്കിയ ഇതുപോലത്തെ ഒരുപാട് പീസുകളിൽ അങ്ങനത്തെ ഒരു സാധനം കൂടി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വരവീണ എന്ന് പറയുന്ന ഒരു എന്നെ റെസ്ക്യൂ തിരിച്ചു കൊണ്ടിരുന്നൊരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഗൗരിയുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ സോങ് ആയിട്ട് ഭയങ്കര കണക്ഷനാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് എനിക്കൊന്ന് വേറെ മെഡിസിൻസ് ഒന്നും വേണ്ട അല്ലേ, ഈ ഒരു സംഭവം മതി, പല സോങ്സിലൂടെ തന്നെ റീഗെയിൻ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അങ്ങനെയാണോ? എനിക്കൊരു ഔട്ട്ലെറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചില ഈ ഡിഫിക്കൽട്ട് ടൈംസിൽ കൂടെ പോകുമ്പോഴേക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ കൂടെ അതിനൊരു റിലീഫ് കണ്ടുപിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അതല്ലാണ്ടാണ് നമ്മളെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുറേ പാട്ടുകൾ ഓൾറെഡി ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ട് രീതിയിലും അത് വർക്ക് ആവാറുണ്ട്. മൂവി സോങ്സ് ഇതുപോലെ ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. മൂവി സോങ്ങിനേക്കാളും എ ആർ റഹ്മാൻ്റെ ഒരു സറിയ എന്ന് പറഞ്ഞിട്ടൊരു കോക്ക് സ്റ്റുഡിയോ ഒരു സാധനമുണ്ട്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു ട്രാക്കാണ്. നമുക്ക് പാടാൻ എനിക്ക് ലിറിക്സ് അറിയില്ല. ഓക്കെ, അപ്പോൾ അത് എന്താണ്? അത് അതിൻ്റെ മെലഡി കേട്ടിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. എനിക്ക് പാട്ട് ലിറിക്സ് ഓർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഭയങ്കര പാടാ ലിറിക്സ് ഓർക്കാൻ. ഡെയിലി 100 പ്രാവശ്യം കേൾക്കുന്ന സാധനമാണെങ്കിലും എനിക്ക് ലിറിക്സ് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരാൾക്ക് അപ്പോൾ ചെറുപ്പത്തിൽ ഇതിലും ബുദ്ധിമുട്ടായിരുന്നിരിക്കുമോ ആ ഒരു ലിറിക്സ് പഠിക്കാൻ? വരി ഓർക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഡിഫിക്കൽട്ടി കണ്ടാലേ കുഴപ്പമുള്ളൂ. അപ്പോൾ എങ്ങനെ സ്റ്റേജിലൊക്കെ വരെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് സ്ഥിരമായിട്ട് പാടുന്ന സാധനമായിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ 4 വർഷം കറക്റ്റ് പാടിയ പാട്ടായിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് ഞാൻ മറന്നു. അപ്പം വായി തോന്നിയത് പാടിയിട്ട് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ലിറിക്സ് ഭയങ്കര ഓളമായിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും അത്രയും ചെയ്യുന്ന ലിറിക്സ് തെറ്റിയിട്ടുള്ള ഏറ്റവും പുതിയ അനുഭവം ഏതാ? കഴിഞ്ഞ ഷോ എല്ലാ ഷോയിലും ഉണ്ടാവാറുണ്ട്. എനിക്കത് എല്ലാ ഷോയിലും ഒരേ പാട്ട് തെറ്റിപ്പോവും അങ്ങനല്ല. അത് നമ്മൾ എവിടെ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ കട്ടായി പോകുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്തോട്ട് ഇൻവോൾവ് ആകുമ്പോഴേക്കും മൈൻഡ് ഔട്ടായി പോകുന്നതാണ്. അത് അങ്ങനെ അങ്ങ് പൊക്കോളൂ. നമ്മളത് ഒന്ന് നിന്നാലേ പ്രശ്നമുള്ളൂ. അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് പോകാന്നുള്ളൂ. ഈ ഇങ്ങനെ മറന്നു പോകുന്ന സമയത്ത് പോലും നെഗറ്റീവ് കമൻസ് വരാറുണ്ടല്ലോ. ഇത് പഠിക്കാതെ വന്നതാ, പ്രാക്ടീസ് ഇല്ല, അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി ആളുകൾ പറയുന്നത്. ബട്ട് ഒരുപാട് പ്രാക്ടീസ് ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല വിഷമിച്ചിരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ബട്ട് വിഷമത്തിന് അപ്പാർട്ട് എന്താണ് ഒരു ഇമോഷൻ ഈ ഒരു സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്? അല്ല, ഇതിപ്പം മറ്റേ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നതും സൈഡിലിരുന്ന് കളി കാണുന്ന തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അവർക്ക് അവിടെ ഇരുന്ന് ചുമ്മാ ജസ്റ്റ് പറഞ്ഞ പോലെ ഇവർ ഏറ്റവും 99% ആളുകൾ ഇൻസ്റ്റഗ്രാമിലൊരു 15 സെക്കൻഡ് 30 സെക്കൻഡ് പീസ് കണ്ടിട്ടായിരിക്കും ഈ കമൻ്റ് അടിക്കുന്നത്. അതിന് മുന്നേ എന്താണ് സംഭവിച്ചത്, അത് കഴിഞ്ഞെന്താണ് സംഭവിച്ചത്, എത്ര ദിവസത്തെ പണിയാണ് ഒന്നും അറിയാണ്ട് വെറുതെ ഇന്നിങ്ങനെ കൈയടിക്കുന്നു അല്ലെങ്കിൽ കൂവുന്നു, അത്ര ഇതിനെ കാണാറുള്ളൂ. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷമിക്കില്ല ഇങ്ങനെ കമൻസ് കാണുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു തവണ പോലും വിഷമിച്ചിട്ടില്ല എന്ന് എനിക്ക് ആകെപ്പാടെനിക്ക് തോന്നുന്നു. തട്ടിയിട്ടുള്ളത് മുറിവിൻ്റെ സമയത്തുള്ള ഒരു പെട്ടെന്നുള്ള ഭീകരമായിട്ടുള്ള അറ്റാക്ക് എനിക്ക് തോന്നുന്നു 2 ദിവസം എനിക്ക് എടുത്തു വന്ന്. അത് വിഷമത്തേക്കാൾ എനിക്ക് തോന്നുന്നൊരു എന്ത് സംഭവിക്കുന്നതെന്നുള്ളൊരു മനസ്സിലാവായ്മയാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം കണ്ടില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക്. ഇപ്പം എന്തോ സംഭവിച്ചില്ല, ആരും ഒന്നും പറയാത്ത എന്താന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, നെഗറ്റീവ് കമൻസ് ഒന്നും വന്നില്ലെങ്കിൽ അതൊരു നോമായിട്ട് മാറി ഇപ്പോൾ. അതായത് ഒരാളെ നമുക്ക്
ജനറലി സൊസൈറ്റിയുടെ ഒരു എനിക്ക് സൊസൈറ്റി എന്ന് ഞാൻ പറയില്ല, സോഷ്യൽ മീഡിയയുടെ ഒരു ടെൻഡൻസി ഞാൻ കണ്ടിട്ടുള്ളത്, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മാറിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷെ അവരായിട്ട് തന്നെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു തവണ അവർ തല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദേ കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ് ഫോർ എവർ. അപ്പം അത്ര ഞാൻ അതിനെ കാണുന്നല്ലോ. ഇതിപ്പോൾ നമ്മൾ അഡൽട്ടായിട്ടുള്ള ഗൗരീൻ്റെ കാര്യങ്ങളാണ്. കുഞ്ഞു ഗൗരിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഈസിലി ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നോ? എനിക്ക് അങ്ങനെ സിറ്റുവേഷൻസ് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു മോബ് അറ്റാക്ക് ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി, ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളായിരുന്നു. ജനറലി മനുഷ്യന്മാരുടെ ഇൻട്രാക്ഷൻ കുറവായിരുന്നു, ഇപ്പോഴും ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവാണ്. പക്ഷെ അത് അങ്ങനെയാണ്. ആൻഡ് അത് ഞാനത് മോശം കാര്യമായിട്ട് കാണുന്നില്ല. കുഴപ്പമൊന്നുമില്ല. ഈ റീസെൻ്റ്ലി ആണെങ്കിലും ഈ ഇൻട്രോവേർട്സിനെ കുറിച്ചിട്ടൊക്കെ അവരൊരു കോമഡി കഥാപാത്രമാക്കി കാണിക്കുന്ന രീതിയിലൊക്കെ ഒരുപാട് ട്രോൾസും മീംസും ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അത് റൈറ്റായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, ആളുകളെ അങ്ങനെ അത്രയും നമ്മൾ ബോക്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് അങ്ങനെ പെട്ടിക്കകത്താക്കി വെക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ഞാൻ തന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ടാളുകളുടെ മുമ്പിൽ ഞാൻ വെറും ഭയങ്കര പൊളിയായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതേ സമയത്ത് പരിചയമില്ലാത്ത പുതിയൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൂക്ഷിച്ച് സംസാരിക്കുന്ന, ഇത് പറയണോ അത് ചെയ്യണോ അങ്ങനെ ആലോചിക്കുന്ന ആളായിരിക്കാം. പേഴ്സൺ ടു പേഴ്സൺ സിറ്റുവേഷൻ മാറുന്ന കാര്യമാണ്. ഈ ബോക്സിങ് ഇപ്പം ഇത്തിരി കൂടുതലാണല്ലോ. എല്ലാവരെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എല്ലാ രീതിയിലും, ഇപ്പം പൊളിറ്റിക്കലി ചായ്വുള്ളതാണെങ്കിലും ഫാൻസ് ആരെയാണ് ഫോളോ ചെയ്യുന്നത് അത് വെച്ചിട്ടാണെങ്കിലും, ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എല്ലാ രീതിയിലും ആളുകളെ ഇപ്പം മറ്റേ ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ഗ്രിഡ് ഇട്ട് വെക്കുകയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് നല്ലത് ഒന്ന് മോശം അങ്ങനെയൊന്നും ഇല്ല. പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. ചെറുപ്പത്തിൽ ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യന്മാരായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറവായിരുന്നു എന്നൊക്കെ. ബട്ട് സ്റ്റിൽ ഒരു കംഫോർട്ട്, ഒരു ഫ്രണ്ട്. അത് ഉറപ്പായിട്ടും മനുഷ്യന് വേണമല്ലോ. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഐ ഡോണ്ട് തിങ്ക് ഒരാൾക്ക് അങ്ങനെ ആരും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ടും ജീവിതത്തിൽ മനുഷ്യന്മാരാണ്. ഞാൻ പറയുന്നത് ഒരുപാട് പേരുമായിട്ട് കോൺസ്റ്റൻ്റ്ലി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കാനും ഒരുപാട് പേരുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കംഫർട്ടബിൾ ആവാനും എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളാണ്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ റിലേഷൻഷിപ്സ് തന്നെയാണ്. അത് എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് എല്ലായിടത്തും ചിലപ്പോൾ എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ പറയുന്ന ആ ഒരു കംഫോർട്ട് പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു കംഫോർട്ട് ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ കാണുമല്ലോ, ഇവർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? അതായത് ലോങ് ടേം റിലേഷൻ ആയിരിക്കും അവരായിട്ട്? ഇപ്പം എനിക്ക് അങ്ങനെയുള്ളത് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ 2 വർഷം 3 വർഷം 4 വർഷം പഴക്കമൊക്കെ ഉള്ളൂ. റെഗുലർലി കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള ആളുകൾ. ദാറ്റ് മൈറ്റ് ചേഞ്ച്. ഞാൻ അടിച്ചു പിരിയുന്നല്ല പറയുന്നത്. നമ്മൾ ഓരോ മനുഷ്യന്മാരും മുന്നോട്ട് പോകുമ്പോൾ അവർ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ 2 വഴിക്ക് ചിലപ്പോൾ ഇവോൾവ് ആവും. ചിലപ്പം ഒരു പോയിന്റ് ചെയ്യുമ്പോഴേക്കും അയാളുടെ ജീവിതം കംപ്ലീറ്റ്ലി വേറെ ട്രിപ്പായിരിക്കും, നമ്മുടെ ജീവിതം കംപ്ലീറ്റ്ലി വേറെ ട്രിപ്പായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള വിഷയങ്ങൾ മാറും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നൂല. ചിലപ്പോൾ അയാളുടെ കുട്ടീനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇപ്പോഴത്തെ ആൾക്ക് അയാൾ വാങ്ങിയ പുതിയ കാറിനെ കുറിച്ചായിരിക്കും പറയാൻ, രണ്ടും കൂടെ ക്ലാഷ് ആവും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ 2 വഴിക്ക് പോയെന്ന് വരാം. പക്ഷേ ഈ പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ള, നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ആളുകൾ ലോങ് ടേം എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഡിഫറൻസസ് ഉറപ്പായിട്ടും അങ്ങനത്തെ ലോങ് ടേം ഉണ്ട്. അതെ. എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്? അതായത് ലോ മെയിൻ്റെനൻസ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആളാണോ, അതോ കുറേ എഫേർട്സ് എടുക്കുന്ന കൂട്ടത്തിൽ? എന്താണ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എഫേർട്ട് ഇപ്പം മേ ബി ചില ഫ്രണ്ട്സ് നമുക്കുണ്ടാവും, നമ്മൾ ഡെയിലി കോണ്ടാക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ്. വേറെ ചിലരുണ്ടാവും, നമ്മൾ ചിലപ്പോൾ ഒരു വർഷത്തിന് 2 വർഷത്തിന് ശേഷം സംസാരിച്ചാലും ലാസ്റ്റ് കോൺവെർസേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പോലത്തെ ഒരു വൈബുള്ള ആളുകൾ. ലോ മെയിൻ്റെനൻസ് ആയിരിക്കും. ഡെയിലി ചിലപ്പോൾ കോൾ ചെയ്തുകൊണ്ടിരുന്ന് ഇല്ലെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഒരു 1 മന്ത് കണ്ടിന്യൂസ് ഇല്ലെങ്കിൽ ആ ഒരു ബന്ധം മേ ബി ഒന്ന് ഡൗൺ ആവുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാ ഒരു എഫേർട്ട് എടുക്കേണ്ട കൂട്ടത്തിൽ? എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ആളെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണല്ലോ. സോ ദാറ്റ് സേസ് എ ലോട്ട്. നമ്മളെ കൂടെ ഓർക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ ഹലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ആൾ നമ്മളെ ഓർക്കുന്നുണ്ട്, നമ്മളെന്താ ചെയ്യുന്നതെന്ന് ഓർക്കുന്നുണ്ട്, നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ എന്നൊരാൾ ഓർക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അയാൾ എപ്പോഴും നമ്മളെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, എപ്പോഴും വിളിക്കുന്നുണ്ട്. സോ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചിട്ട് വർഷത്തിൽ ഒരിക്കൽ കാണുമ്പം നമ്മൾ വർത്തമാനം പറയുന്ന ആളുകൾ ഇല്ല എന്നല്ല. പക്ഷെ ഏറ്റവും അടുത്ത ആളുകളായിട്ട് എപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തോണ്ടി നോക്കുന്ന ആളുകളാണ് നമ്മളെപ്പോഴും ഓർക്കുന്നതും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.